Hi, dear students. Hope you're doing well. Welcome back to English class. In this class, we are discussing how to write an appreciation of a poem, especially for 10th standard students. How to write an appreciation of a poem. It's the most common question that you can see in your question paper. Prepare an appreciation of the poem or attempt an appreciation of the poem. Lines written in early spring, blowing the wind, poetry, mother to son, the ballad of Father Gilligan, etc. Here we have chosen the poem, the song Blowing the Wind. First of all, let's discuss what are the elements of an appreciation. What are the elements of an appreciation? What are things we have to remember when we write an appreciation? ഒരു അപ്രീസിയേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Appreciation must have an introduction. Then major ideas and theme. Then the last sentence, you can write poetic devices and your view on the poem, your opinion. In the introduction part, you can include title. For example, Blowing the Wind or Ballad of Father Gilligan. You can write down Ballad of Father Gilligan or Blowing the Wind. Dear students, these are the things we should keep in our mind when we are writing an introduction of an appreciation. Appreciation എഴുതുമ്പോൾ ഒരു അപ്രീസിയേഷൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ് നമ്മളോട് പറയാൻ പോകുന്നത്. ടൈറ്റിൽ, ജനറൽ കമന്റ് ഓൺ ദ പോയം, പോയറ്റ്, type of poem, tone, language used in the poem. മുകളിലായി തന്നെ ടൈറ്റിൽ മറന്നുപോവാതെ എഴുതുക. നെയിം ഓഫ് ദ പോയം, ബ്ലോയിങ് ദ വിൻഡ്, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, മദർ ടു സൺ. എന്താണോ പോയത്തിന്റെ പേര് അത് മറന്നുപോവാതെ മുകളിലായി എഴുതുക. ദെൻ ജനറൽ കമന്റ് ഓൺ ദ പോയം. എന്താ ഈ ജനറൽ കമന്റ് എന്ന് പറയുന്നത്? ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗന്റെ അപ്രീസിയേഷൻ ആണ് നമ്മൾ എഴുതുന്നെങ്കിൽ, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ is a touching poem by W.B. Yeats. Blowing the Wind is a protest song by Bob Dylan. Lines written in early spring is a natural poem by. അങ്ങനെ എന്താണോ അതിനെപ്പറ്റി ജനറൽ ആയിട്ട് നൽകാൻ പറ്റുന്ന ഒരു കമന്റ് അതുകൂടെ നൽകുക. Then type of poem. What are the different types? പലതരം കവിതകൾ നമ്മൾക്കറിയാം. ടീച്ചേഴ്സ് അത് ക്ലാസ്സിൽ മെൻഷൻ ചെയ്യും. ഏത് തരം കവിതയാണോ സ്പെഷ്യലായിട്ട് പറയേണ്ടതാണെങ്കിൽ അത് ടീച്ചേഴ്സ് പറയാറുണ്ട്. സോണറ്റ്, നറേറ്റീവ് പോയം, ഫ്രീ വേഴ്സ്. ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ആണെങ്കിൽ ഇറ്റ്സ് എ നറേറ്റീവ് പോയം. ഇപ്പൊ നമുക്കിങ്ങനെ എഴുതാം, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ആസ് എ നറേറ്റീവ് പോയം. ദെൻ ടോൺ ഓഫ് ദ പോയം, ഡിഫറെന്റ് ടോൺസ്. അതും ടീച്ചേഴ്സ് ക്ലാസ്സിൽ അതിന്റെ ടോണ് പറയാറുണ്ട്. ലൈക്ക് സീരിയസ്, ഹ്യൂമറസ്, സാഡ്, gloomy, cheerful, happy, angry, etc. Okay, then the tone of the poem is sad, or the tone of the poem is happy, or it's a happy poem, it's a sad poem. Can mention like that. The language used in the poem. ചില സമയത്ത് സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കാം. പോയറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോയറ്റ് യൂസ്ഡ് സിമ്പിൾ ലാംഗ്വേജ് ഇൻ ദ പോയം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ എഴുതാറുള്ള കാര്യങ്ങൾ. The next second paragraph. It may be the lengthy paragraph. Second paragraph. This will be the lengthy paragraph in an appreciation. ഒരു അപ്രീസിയേഷനിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള പാരഗ്രാഫ് സെക്കൻഡ് പാരഗ്രാഫ് ആയിരിക്കും. Here we include the summary, review, analysis, theme elaboration. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു റിവ്യൂ, അതിൻ്റെ ഒരു തീം വിശദീകരിച്ച് എഴുതുക. ഇതുപോലുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ, സെക്കൻഡ് പാരഗ്രാഫിൽ
നോർമലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. സിംപ്ലി തീം, major ideas and content, inner and implied meanings. So we can elaborate theme of the poem. കവിതയുടെ തീം നമുക്ക് വിശദീകരിച്ച് എഴുതാം. Then major ideas and content. എന്താണോ കവിതയുടെ കണ്ടന്റ് അതും നമ്മൾ വിശദീകരിച്ച് എഴുതും. Then inner and implied meanings. നോർമലി കവിതകളിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻ ദ പോയം മദർ ടു സൺ, അതിൽ നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്നുണ്ട്. വിച്ച് മീൻസ് ലൈഫ് ഈസ് നോട്ട് ഈസി ആൻഡ് സ്മൂത്ത്. തൊട്ടു മുന്നേ നമ്മൾ പഠിച്ച ബ്ലോയിങ് ദ വിൻഡിൽ മൗണ്ടെയിൻ. മൗണ്ടെയിൻ ഈസ് എ വേർഡ് പിക്ചർ. മൗണ്ടെയിൻ ഈസ് എൻ ഇമേജ്. ഇത് അർത്ഥമാക്കുന്നത് ഇൻജസ്റ്റിസ്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. Then last one, last paragraph can write poetic devices, figure of speech, and your opinion, your view on the poem. Dears, in the last paragraph mostly uses poetic devices, our opinion about the poem, our view on the poem, present, relevance of the poem. We can also include our favorite line with reason. So why do we like the line? അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ കൂടുതലായി ഉൾക്കൊള്ളിക്കാറ് പോയറ്റിക് ഡിവൈസുകളാണ്. ഒപ്പം തന്നെ അവർ ഒപ്പീനിയൻ അബൌട്ട് ദ പോയം, നമ്മുടെ ഒപ്പീനിയൻ ഓഫ് വ്യൂ. ദെൻ പ്രസന്റ് ആൻഡ് കണ്ടംപററി റെലവൻസ്, ഇപ്പോഴുള്ള അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളിക്കാം. കവിതയിൽ കാണുന്ന ലിറ്റററി ആൻഡ് പോയറ്റിക് ഡിവൈസസ് മുഴുവനായി നമുക്ക് മെൻഷൻ ചെയ്യാം. Like rhyming scheme, rhyming words, personification, alliteration, assonance, refrain, images, different images. എന്തൊക്കെയാണോ പോയറ്റിക് ഡിവൈസസ് നമുക്കറിയുന്നത് ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇമേജ് ആണെങ്കിൽ ദ പോയറ്റ് യൂസസ് മെനി ഇമേജസ് ലൈക്ക്, അങ്ങനെ നമുക്ക് എഴുതാം. റൈമിംഗ് സ്കീം ആണെങ്കിൽ ദ പോയം ഈസ് ഫോളോയിങ് റൈമിംഗ് സ്കീം ABCB, or the poem is musically following the rhyming scheme ABCB. അങ്ങനെയൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. Or the poem is rich with images and alliteration. ഇതുപോലെ മറ്റു പോയറ്റിക് ഡിവൈസസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. So listen the appreciation, Blowing the Wind. Blowing the Wind. Blowing in the Wind is a song by the American singer and songwriter Bob Dylan. The song was written and composed at the time of Vietnam War and civil rights movement in the United States of America. The song is considered to be a protest song against war, injustice and human rights violation. The song was an anthem of civil rights movement. The song deals with the theme of war and peace. The poet wonders how much life experiences a person has to have in order to be called a man. Dylan says wars must be banned and peace should be established. He says injustice firms like mountain, but one day or slowly it will be disappeared. Poet worries and wonders, when will the Afro-Americans able to live freely on the earth? He asks us how many times men could ignore the cries of oppressed.
Poet adds, how long the government will remain tough to the problems and cries? And when will the government realize that too many people have died because of wars? The refrain answer, my friend, is blowing the wind remains. Answer is known to all. The song is rich with symbols and poetic devices. Road, job, cannonballs, mountain, sea, man, people, and sky are images used by the writer. Through symbol song, Dylan presents us with the problems of our society and forces us to think how these problems go unnoticed. In the last stanza, you can mention some poetic devices also. I didn't mention any poetic device in the appreciation, so you can mention some poetic devices. The last sentence. Tears, have a wonderful class. Happy learning. Thank you.